അറിഞ്ഞു കാണുമല്ലോ, വേടനെതിരെ ഒരു പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി വേടൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിയുമായിട്ട് കോട്ടയം സ്വദേശിനി നിലവിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ ഇന്ന് രാവിലെ ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. മാതൃഭൂമിയിലാണ് എനിക്ക് കിട്ടിയ ന്യൂസ് കേട്ടോ. അപ്പോ സത്യാവസ്ഥ എന്താണ് ഏതാണെന്നൊക്കെ പിന്നീട് വരികയായിരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ ഓരോരോ പരാതികൾ, ഒന്ന് ഇത് എന്താണ് എന്താ പറയാ, കഞ്ചാവ് കേസ് പ്രതി, രണ്ടാമത്തേത് ഇതാ പീഡന കേസിലെ പ്രതി, അങ്ങനെ ഓരോ കേസുകളിലെ പ്രതിയാണ് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നത്. കേരള സർവകലാശാല ഏറ്റെടുത്തു, പാട്ടുകൾ ഏറ്റെടുത്തു, അവരുടെ സ്റ്റോറികൾ ഏറ്റെടുത്തു, വേടന്റെ സ്റ്റോറികൾ ഏറ്റെടുത്തു. അല്ലെ, എന്താ പഠിക്കേണ്ട, ഇതൊക്കെ അറിഞ്ഞു പഠിക്കേണ്ട കാര്യങ്ങളാണ് സർവകലാശാല ഏറ്റെടുത്തത്. ഒന്ന്. രണ്ടാമത്തത് ആരാധകരാണ്, വല്ലാത്തൊരു ചങ്ക് പൊട്ടുന്ന ആരാധകരാണ് വേടനുള്ളത്. ഇത് കുറെ കാലമായിട്ട് ഞാനത് പറഞ്ഞു നടക്കുമ്പോൾ എന്നെ പൊങ്കാലിടുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരാളെ പീഡിപ്പിക്കാനും പോയിട്ടില്ല, മദ്യപിക്കാനോ അതുപോലെ കഞ്ചാവ് അടിച്ചിട്ടോ അല്ല. ഞാനൊരു കലാകാരൻ എന്ന നിലയ്ക്ക്, ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് നല്ല അടിപൊളിയായിട്ട് അധ്വാനിച്ച് എന്റെ കുടുംബത്തിനെ രക്ഷിച്ചും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യാറുള്ള വ്യക്തിയാണ്. എന്നെ പൊങ്കാലിടാൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം ആലോചിക്കുക, നിങ്ങളുടെ കുടുംബത്തിനെ ആലോചിക്കുക. അതുപോലെ തന്നെ വേടനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വന്നത് അങ്ങനെ തലയിൽ കയറ്റി വെക്കല്ലേ. അവന്റെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇപ്പൊ വന്നല്ലേ ഉള്ളൂ വേടൻ. 4-5 വർഷമായിട്ടല്ലേ പാട്ട് ഈ ഒരു റാപ്പില് വന്ന് കയറിയിട്ടുള്ളൂ. ഓക്കെ, അതിനു മുമ്പ് ഒരുപാട് നല്ല നല്ല കലാകാരന്മാർ ഇവിടെ ഉണ്ട്. ഗിന്നസ് റെക്കോർഡ് വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഗായകരുണ്ട്. ഇങ്ങനെ കഞ്ചാവടിയും അതുപോലെ തന്നെ പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന പ്രതി, അത് സത്യമാണോ എന്നുള്ളത് ആയിട്ടില്ല. അത് ആവും മീൻസ് വന്നിട്ടുള്ളതാണ്, ന്യൂസിൽ വന്നതാണ്, എല്ലാവരും വായിച്ചു കാണും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പരാതിയുമായിട്ട് ജനങ്ങളോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു നിയമപാലകരോ അത് മുന്നോട്ട് വരില്ലല്ലോ. ഇവൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മുന്നോട്ട് വരില്ല. തെറ്റ് ചെയ്തവരെയാണ് മുന്നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരിക. അപ്പോ സർവകലാശാല നല്ലോണം ഒന്ന് ആലോചിക്കുക. ഒരാളെ പഠിച്ച് മനസ്സിലാക്കി അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ ഏതെന്നൊക്കെ അറിഞ്ഞ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സർവകലാശാല ഒന്ന് ഏറ്റെടുക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം ആൾക്കാർ ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിയിൽ ചൂസ് ചെയ്യുക. ഓക്കെ, കഞ്ചാവിനെയും പെണ്ണുപിടിയന്മാരെയും ഒന്നും ചൂസ് ചെയ്യല്ലേ, ദയവ് ചെയ്ത് പ്ലീസ്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ എന്നല്ല, ജനങ്ങളുടെ. ഞാൻ പറയുന്നത് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറെ ജനങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ ആരാധകര്, എന്നെ പൊങ്കാലിട്ട ആരാധകർ ഒരുപാടുണ്ടായിരുന്നു. അവരിപ്പോ എന്തായി? കഷ്ടം. അത്രയേ ഉള്ളൂ. വേടന്റെ ആരാധകര് മുടിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എണീറ്റിട്ടുള്ളൂ. ഓക്കെ, ബൈ.